റൂൾ 50. നടപടികൾ നിർത്തിവയ്ക്കുന്നതിൻ്റെ ഉപക്ഷേപം. കാട്ടാനാക്രമണത്തിൽ നിലമ്പൂർ മൂത്തേടം ഉച്ചക്കുളം ഊരിലെ സരോജിനി മരണമടക്കമുള്ള സംഭവങ്ങൾ വനയോര മേഖലയിലെ ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ മാത്യു കോയൽനാടൻ, സർവശ്രീ എൻ എ നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട MLA-മാർ ഇവിടെ നൽകിയ നോട്ടീസിൽ നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഉച്ചക്കുളം ഊരിലെ സരോജിനി മരണമടഞ്ഞ കാര്യവും അവിടെ കോതമംഗലത്ത് ക്ലാശ്ശേരി സ്വദേശി എൽദോസ് മരിച്ച സംഭവമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സർ, വന്യജീവികളുടെ ആക്രമണം മൂലം വനമേഖലയിൽ മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് എന്നത് ഇന്നുണ്ടായ ഒരു അടിയന്തര സംഭവമല്ല. കുറേ നാളായി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. സർ, ഇവിടെ ചൂണ്ടിക്കാണിച്ച മൂത്തേടത്തെ മരണവും അതേപോലെ തന്നെ കോതമംഗലത്ത് നടന്ന സംഭവവും വനത്തിനകത്താണ് നടന്നത് എന്ന ഒരു സവിശേഷത കൂടി ഓർക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിരുന്നാലും ഇവരെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള വിഭാഗമായി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ നൽകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത്. സർ, ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള വളരെ സമഗ്രമായ ഒരു സമീപനമാണ് വനം വകുപ്പ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. സർ, ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗാക്രമണം സംസ്ഥാനത്തിൻ്റെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പരിഷ്കാര നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സവിശേഷത എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി മരണമടഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ വനം വകുപ്പിൻ്റെ പരിമിതി മറികടക്കാൻ സഹായകമായ ഒരു നിലപാട് ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട്. SDRF-ൽ നിന്നും 4 ലക്ഷം രൂപ ഇതിനായി കൊടുക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മുന്നോടി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വനം, റവന്യൂ, തദ്ദേശ മന്ത്രിമാരുടെ യോഗം വിളിച്ച് ഒരു സമഗ്രമായ പരിപാടി തയ്യാറാക്കിയിരുന്നു. ആ തയ്യാറാക്കിയ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ വനമേഖലയെ 12 ഹോട്ട്സ്പോട്ടുകളായി തിരിച്ച് അവിടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നത്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വന്യജീവി ആക്രമണം മൂലം മരണം കൂടി വരികയാണ് എന്നത് ശാസ്ത്രീയമായ ഒരു കണക്കാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2021-22 114 മരണമാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. തുടർന്നുള്ള വർഷങ്ങളിൽ അത് 98, 94, 12 എന്ന നിലവാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യക്ഷമമായ പ്രവർത്തനം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വനം വകുപ്പിലെ ജീവനക്കാർ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് ഈ പറഞ്ഞ സംഭവ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ആ പശ്ചാത്തലത്തിൽ ഇത് നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ലെങ്കിലും ഇന്ന് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട അടിയന്തര പ്രശ്നമല്ല, പൊതുവെ സമൂഹം ചർച്ച ചെയ്യേണ്ടതും ഭരണകൂടം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുമായൊരു പ്രശ്നമാണ് എന്നതിനാൽ ഈ സഭ
സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുക എന്ന ഒരു അവസ്ഥ ഇതിനില്ല. അത് മനസ്സിലാക്കി ചർച്ച ചെയ്യേണ്ടതില്ല, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ മാത്യു കോയൽനാടൻ. സർ, ഈ വിഷയത്തോട് മന്ത്രിയുടെ പ്രതികരണം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് സർ. ഇത് ഗൗരവമുള്ള ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് അദ്ദേഹം അവസാനമായി സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇതിനെ ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വന്യജീവി ആക്രമണമുള്ള മരണത്തിൻ്റെ നിരക്ക് കുറഞ്ഞു വരികയാണെന്നുള്ള വാദം കൂടി മന്ത്രി വിചിത്രമായി ഉയർത്തുകയുണ്ടായി. അതിനേക്കാളൊക്കെ ഇന്ന് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളോട് ഈ സർക്കാർ എത്ര ഡിസോണസ്റ്റായിട്ടാണ്, എത്ര സത്യസന്ധതയില്ലാതെയാണ് പെരുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലെ പേജ് 65 അതിൻ്റെ ഒരു വരി മാത്രം ഞാൻ വായിക്കാം. കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളുമായുള്ള സംഘർഷത്തിൽ മനുഷ്യനഷ്ടം കുറയാൻ തുടങ്ങിയെന്ന് പറയാണ് സർ. സാർ, നമ്മൾ കേവലം കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തെ സംഭവം മാത്രം എടുത്താൽ ജനുവരി 15, 2025 നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. മൂത്തേടം ഉച്ചക്കുളം ഊരിലെ കരിയൻ്റെ ഭാര്യ സരോജിനി 52 മരിച്ചു. വീടിന് പിറകിലുള്ള വനത്തിൽ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ ആന പിറകിൽ നിന്നും അടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഇനിയിപ്പോൾ ഡിസംബർ 24 മുമ്പായി ഡിസംബർ അവസാനത്തോടുകൂടി മുള്ളിരിങ്ങാട് അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. ഡിസംബർ 24 കോതമംഗലത്തെ ക്ലാച്ചേരി സ്വദേശി കൊടിയാട്ട് എൽദോസ് 45 കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനു മുമ്പ് ഡിസംബറിൽ തന്നെ ഈ കോതമംഗലത്ത് തന്നെ നീണ്ടപാറ ചെമ്പൻകുഴിയിൽ കാട്ടാന പനമറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആൻമേരി മരിച്ചിരുന്നു. കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ആൻമേരിയും അൽത്താഫുമാണ് അപ്രത്യക്ഷമായ കാട്ടാന ആക്രമണത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഇനി അതിനു മുമ്പാണ്, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഈ നവംബറിൽ ഏകദേശം ഒരു മാസം മുമ്പാണ് കോതമംഗലത്ത് മാത്രം ഇന്ദിരാമ്മ എന്ന വീട്ടമ്മയുടെ മരണമുണ്ടായത്. ഞാൻ ഓർത്തു പോകുന്ന ഇന്ദിരാമ്മയുടെ മരണമുണ്ടായപ്പോൾ ആ ഗ്രാമത്തിൽ വളരെ വൈകാരികമായൊരു അന്തരീക്ഷം ഉണ്ടാവുകയും ആളുകൾ ആ ഡെഡ് ബോഡി കാണാൻ വരികയും ഞാനും ബഹുമാനായ എംപിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അവിടെ എത്തിച്ചേരുകയും ജനങ്ങളുടെ വികാരം ഏറ്റെടുത്ത് ഞങ്ങളൊരു സമരത്തിന് തയ്യാറായ ഡെഡ് ബോഡിയുമായി കോതമംഗലം നഗരത്തിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഞങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി കളക്ടറും മറ്റാളുകളും കോതമംഗലം ഗസ്റ്റ് ഹൗസ് വരെ വന്നതാണ്. പക്ഷേ ആ സമരത്തോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എത്ര ധിക്കാരം നിറഞ്ഞും ധാർഷ്ട്യമുള്ളതെന്നറിയാം. കളക്ടറോട് ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്നും ആ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാൽ മതി എന്നുള്ള വാശി എടുക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങൾ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറായില്ല. ആ ഡെഡ് ബോഡി സമരം ചെയ്യുമ്പോൾ പോലീസിനെ അയച്ച് ആ സമരപ്പന്തലിലേക്ക് പോലീസ് ഇരച്ചു കയറി ലാത്തിച്ചാർജ് നടത്തി ആ ഡെഡ് ബോഡി മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി. അതിനുശേഷം ഈ മോളിൽ ദൈവം എന്നൊരാളുണ്ടെന്ന് പറയുന്നതാണ്. ഒരു മാസം തികയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. കുട്ടമ്പുഴയിൽ സമാനമായ രീതിയിൽ ഒരു മരണമുണ്ടായി. ആ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസും പോലീസും മണിക്കൂറുകൾ കാത്തു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു സർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കുട്ടമ്പുഴയിൽ പോലീസിനെ ഉപയോഗിച്ച് ആ ഡെഡ് ബോഡി റിക്കവർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശക്തിക്ക് മേലല്ല ഒരു ഭരണാധികാരിയുടെയും ശേഷി എന്ന് പറയുന്നതിന് പറയാണ്. ഒടുവിൽ പുലർച്ചെ 2 മണിക്ക് അതേ കളക്ടർ കോതമംഗലം ഗസ്റ്റ് ഹൗസിലെത്തി. ഇവിടെ ഉള്ള മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മടങ്ങിപ്പോയ അതേ കളക്ടർ ഞങ്ങളെ കൂവി 2 കൈയും കൂപ്പി പറഞ്ഞു, ഈ ഡെഡ് ബോഡി എടുക്കാൻ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുവദിപ്പിക്കണം. ജനപ്രതിനിധികളെ ഞങ്ങളാണ് സാർ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുപ്പിച്ചത് എൽദോസിൻ്റെ. അന്ന് ഇന്ദിരാമ്മയുടെ മരണം നടന്നപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ എൽദോസിൻ്റെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾ അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം, ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഭയങ്കരമാണ് സാർ നിരന്തര ഭയത്തിൽ കഴിയുക എന്നുള്ളത്. നമുക്കത് മനസ്സിലാവില്ല. ആ മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? രാത്രി കൊച്ചും കുടുംബവുമായി കടന്നുറങ്ങുമ്പോൾ പുറത്തൊരു ഇലയനക്കം കേട്ടാൽ ചങ്കിടിക്കുകയാണ്. ആനയാണോ എന്നറിയില്ല. പക്ഷേ എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ നിരന്തരമായ മറുപടി എന്താണ് സാർ? നിരന്തരമായ മറുപടി, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണെന്നുള്ള. ഞാൻ അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഈ ജനങ്ങൾക്കുണ്ടാകുന്ന അവരോടുള്ള സമീപനം എന്താണെന്നറിയോ? ഫോറസ്റ്റ് ഓഫീസർമാർ ഈ വന്യമൃഗങ്ങളെക്കാളും കഷ്ടമായിട്ടാണ് ഈ ഫോറസ്റ്റ് ഓഫീസർമാർ അവരെ കൈകാര്യം ചെയ്യുന്നത്.
2021 പത്തനംതിട്ടയിൽ പൊന്നുമത്തായി എന്ന യുവാനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാട്ടിൽ കയറിയെന്ന് ക്യാമറയിൽ കണ്ടു എന്ന കുറ്റം ആരോപിച്ച് പിറ്റേ ദിവസം പൊന്നുമത്തായി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. 2021 കൊല്ലത്ത് ആര്യങ്കാവിൽ സന്ദീപ് അവൻ്റെ സ്വന്തം പറമ്പിൽ കൃഷിപ്പണിയെടുത്ത് തിരികെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ റേഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യാനായി സന്ദീപിനെ വിളിപ്പിക്കുന്നു. അവൻ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ട് അവനെ തൂക്കിയെടുത്ത് റേഞ്ച് ഓഫീസിന്റെ ലോക്കപ്പിലിട്ട് മൃഗീയമായി മർദ്ദിച്ച് മൃതപ്രായനാക്കി. തുടർന്ന് മൃതദേഹ പക്ഷപാതത്തെ തുടർന്ന് സന്ദീപിനെ മോചിപ്പിച്ചു. 2023 മന്ത്രി റോഷി അഗസ്റ്റിന്റെ കട്ടപ്പനയിൽ സരുൺ സജി എന്ന ആദിവാസി യുവാവ് PSC റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നവൻ. ഈ യുവാവിനെ വ്യക്തിപരാഗം തീർക്കാൻ അവൻ സഞ്ചരിച്ച ഓട്ടോയിൽ നാട്ടിറച്ചി വെച്ച് പിടിച്ചിട്ട് കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ആ കേസിൽ നാഷണൽ SC/ST കട്ടപ്പനയിൽ തെളിവെടുപ്പ് നടത്തി അത് വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനും കൂട്ടാളികളും സസ്പെൻഷനിലായി. 2022 പത്തനംതിട്ടയിൽ റുക്കി ബീവി എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ സ്വന്തം പറമ്പിലെ പ്ലാവ് വെട്ടി വീടിന് അടച്ചുറപ്പുള്ള ഒരു വാതിലുണ്ടാക്കി. അനുവാദം മേടിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഫോറസ്റ്റുകാർ ആ വാതിൽ പറിച്ചുകൊണ്ടുപോയി. പിന്നീട് നാട്ടുകാർ പിരിവെടുത്ത് ആ പാവം വീട്ടമ്മയ്ക്ക് ഒരു വാതിൽ പണിതു കൊടുക്കുകയുണ്ടായി. 2024 നവംബറിൽ മൂന്നാറിലെ ചന്ദ്രൻ മോഷക്കേസിൽ കുടുക്കി 3 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. DFIയുടെ നേതൃത്വത്തിൽ അതിക്രൂരമായി അവരെ മർദ്ദിക്കുന്നു. രഹസ്യഭാഗത്ത് കണ്ണിലും മുളകരച്ച് തേക്കിയും പല രീതിയിലും അവരെ പീഡിപ്പിക്കുന്നു. ഈ കേസ് കേട്ട ദേവികുളം മജിസ്ട്രേറ്റ് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും DFI വിലക്കി. അതിനെ തുടർന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റിനെതിരെ കള്ളക്കേസ് എടുക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കേസ് വായിച്ച വക്കീലിനെ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞു. 2020 കണ്ണൂർ വില്ലേജിൽ ആറളം ഡാമിന്റെ സൈഡിൽ കൂടി ഒഴുകിപ്പോകുന്ന പുഴയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന പ്രിൻസ് ദേവസി എന്ന വിമുക്ത ഭടനെ മാരകമായ യന്ത്രക്കണി എന്ന ചൂണ്ടയ്ക്ക് വിശേഷം കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ഒളിവിൽ പോയി. കേരള ഹൈക്കോടതിയിൽ ഇങ്ങനെ എത്ര സംഭവം ഞാൻ പറയണം സാർ. ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ, ഈ ക്യാബിനറ്റ് പുതിയ വന നിയമം കൊണ്ടുവന്നില്ലേ സാർ? നിങ്ങൾ വന നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലേ? അതിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച എന്താണ്? അതായത് ഏറ്റവും താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കടക്കം വെറും സംശയത്തിന്റെ പുറത്ത് ആരുടെ വീട്ടിലും കയറി പരിശോധന നടത്താനും വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കാനുമുള്ള അനിയന്ത്രിതമായ നൽകി. അതുപോലെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾ നൽകി. എന്നിട്ട് വലിയ നിലയിൽ എതിർപ്പ് ഉയർന്നു വന്നപ്പോ ഞാനേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ അതിനുശേഷം വായിച്ചു. വന ഭേദഗതി നിയമം പിൻവലിക്കുന്നു പറഞ്ഞ് ഇപ്പോൾ വന്ന വന നിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ സാർ, അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ബാക്കി ഈ കരനാഥന്മാരായി മുന്നിലിരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസ് കഷ്ണം എത്തിയതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത്. കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ, മലയോര മേഖലയെ പ്രതിനിധിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അഗസ്റ്റിൻ, അങ്ങയുടെ കയ്യിൽ ഇത് വന്നതല്ലേ? മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ്? അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ? മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ, UDF ആയിരുന്നപ്പോ KM മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരുടെ ശബ്ദമില്ല എന്ന് മാത്രമല്ല, അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാത് പോലും ഇല്ലാത്ത സർക്കാരായി മാറി. കേരള കോൺഗ്രസിന് ഈ UDF-ിലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ? അവരെ KM മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? ഇന്ന് അവരുടെ ശബ്ദം ഈ വന നിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താ? വന നിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ല ഇത്. ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതി തന്ന വിഷയം എന്താ? നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത കാര്യം പറയാം. വന നിയമ ഭേദഗതി പിൻവലിച്ചതാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതി തന്ന കാര്യം ഇവിടെ ഉണ്ട്. വനം വന്യജീവി ആക്രമണം എഴുതി തന്നത് ഇത് നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ? യെസ്, കം. നോ, അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം. എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ? യെസ്, അവിടെ ഇരിക്കും. പ്ലീസ് അവിടെ ഇരിക്കണം. യെസ്, അങ്ങ് കണ്ടിന്യൂ. യെസ്, അങ്ങ് കണ്ടിന്യൂ. സർ, വന്യജീവിയുടെ അക്രമവുമായി ബന്ധപ്പെടാത്തതാണ് സാർ വന നിയമം പരാമർശിക്കാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ്?
പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സർ. അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന്. ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്ന് ആ നിയമത്തിന് അനുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോൾ ശരിയാണ്, മാറ്റേണ്ട വന്നു. മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന്. അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ. ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. ഞാൻ ഇന്നത്തെ എന്താ സർ ഞാനിവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ഞാൻ പിൻവലിക്കാം. ഞാൻ ചോദിക്കുന്നത് വന ഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത്? അത് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും. UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളകളിൽ ഉണ്ടായിരുന്നു, 100%. പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം വന്നു. ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം. സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി. കാട് വിട്ടിറങ്ങുന്ന കാട്ടുപന്നി 3 കിലോമീറ്ററിനകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത്? ഈ സർക്കാരിന് ഒരു അധികാരവുമില്ല, ഒരു പവറുമില്ല എന്ന് പറയരുത്. പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറല്ല സാർ. എന്നെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയിറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, വിഷമം കൊണ്ട് ഇത് ഞാൻ അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കും. പ്ലീസ് ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ അനുവദിക്കണം സർ. ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് സർ. ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നു ഇന്ന് സംസ്ഥാന എന്താ സുഹൃത്ത് സർ, ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാം. ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേയറ്റം ദുർബലമായ സാഹചര്യത്തിൽ UDF മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിന് ആ ജാഥയിൽ ഒരിടത്ത് പങ്കെടുക്കാൻ കാരണം ദുർബലമായി പോയ ആ ശബ്ദത്തെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസുകാർ കടന്നു വന്ന് രാഷ്ട്രീയ പ്രായശ്ചിത്തത്തിന് നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സർ. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ഒരു നിർദ്ദേശം വെച്ചില്ല. തികച്ചും അസാധാരണവും ദൗർഭാഗ്യകരവുമായ നിലപാടാണ് ബഹുമാനപ്പെട്ട അവതാരകൻ ഇവിടെ സ്വീകരിച്ചു കാണുന്നത്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്കാണ് പ്രാരംഭത്തിൽ ഞാൻ മറുപടി പറഞ്ഞത്. ആ അടിയന്തര പ്രമേയത്തിലെ പ്രശ്നങ്ങളുമായി കയറിൻ്റെ അറ്റത്ത് ഒരു പശുവുണ്ട് എന്ന് പറയുന്ന രീതിയിൽ വന സംരക്ഷണ നിയമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ് ഉണ്ടായത്. മിനിസ്റ്റർ പറഞ്ഞോളൂ സാർ. ഞാൻ വിനയപൂർവ്വം അങ്ങേ ഓർമ്മിപ്പിക്കുന്നത് നിലവിലുള്ള നിയമം 61 നിലവിൽ വന്ന നിയമമാണ്. അതിന് ഈ കാലോചിതമായ പരിഷ്കാരം ആവശ്യമില്ല എന്ന നിലപാട് അങ്ങേപ്പോലുള്ളവർ സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ക്ഷമിക്ക്, ഞാൻ പതുക്കെ പറയുള്ളൂ, നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും. സർ, അത് ആദ്യമായി പരിശോധിച്ചത് ആരാ സർ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ല, 2013 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരാണ്. അന്നത്തെ 13 ആ നിയമം, ഭേദഗതി നിയമം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ കിട്ടും. അത് വായിച്ച് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
സർ, ക്യാബിനറ്റ് മന്ത്രിസഭ കരട് രേഖക്ക് രൂപം നൽകും. എപ്പോഴും അങ്ങേക്കും മെമ്പർമാർക്കും നല്ലതുപോലെ അറിയുന്നത് എന്താണ്, ഇത് സഭയിൽ വരുമ്പോൾ അന്ന് പാസ്സാക്കുകയല്ല ചെയ്യുക, സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുകയാണ് ചെയ്യുക. അവിടെ വെച്ച് മാറ്റം വരുത്താനുള്ള അവകാശം മെമ്പർമാർക്കുണ്ട് എന്നറിയാത്ത അംഗങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പുറമെ ഞങ്ങൾ ചെയ്തത് എന്താണ്, ജനങ്ങളുടെ അഭിപ്രായം ആരായാൻ 30 ദിവസത്തെ അവസരം കൊടുത്തു. ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന നിരവധി വാദഗതികൾ ഉയർന്നു വന്നു. ആ തെറ്റിദ്ധാരണകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിങ്ങളൊരു ശ്രമം നടത്തി. അത് പൊളിഞ്ഞു പോയതിൽ അങ്ങേക്ക് നിരാശയുണ്ടായതിൽ ഞാനെന്ത് ചെയ്യാനാണ്? ഒരു കാര്യം പിൻവലിച്ചാൽ, ജനകീയ അഭിപ്രായം മാനിച്ച് പിൻവലിച്ചാൽ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നൊരു അഭിനന്ദനം അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് കഷ്ടമായിപ്പോയി. നമുക്ക് ചന്ദനമരം മുറിക്കാനുള്ള അനുവാദം വേണമെന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ? ഈ ഭേദഗതി എന്താ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്? അങ്ങ് വായിച്ച 63 നേരത്തെ ഇപ്പോഴുള്ളതിൽ എന്താണ്? ഇപ്പോഴുള്ളതിൽ വാച്ചർക്കും അറസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിലനിൽക്കുന്ന നിയമത്തിൽ അതവിടെ നിന്നോട്ടെ എന്നാണോ അങ്ങ് പറയുന്നത്? നിലവിലുള്ള നിയമത്തിൽ വാച്ചർ എന്ന് പറഞ്ഞാൽ എനി ഫോറസ്റ്റ് ഓഫീസർ എന്നാണ് ആ വാക്ക്. ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിൽ നിന്നും വാച്ചർ എന്ന വാക്ക് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു മാറ്റവും വരുത്തിയില്ല. പക്ഷേ ഇതൊരു ജനാധിപത്യ ഗവൺമെൻറ്റാണ്, ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ നിലയിലുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് രഹസ്യമായി സ്വീകരിച്ചതല്ല, ഞങ്ങളെല്ലാവരുമായി ചർച്ച ചെയ്ത് തന്നെ തീരുമാനിച്ചതാണ്. പിന്നെ സർ, അതാണ് അങ്ങനെ. പിന്നെ സർ, മലയോര മേഖലയിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് എന്തോ ഒരു അവഗണനയാണ്. കേരള കോൺഗ്രസ്സുകാർ എന്തോ ഒരു അത്യാഹിതം കാണിച്ചു പോയി. സർ, മലയോര മേഖലയിൽ ഈ 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏത് സംഭവത്തിനാണ് സർ ഞങ്ങൾ ജനങ്ങളോടൊപ്പമല്ലേ നിന്നത്? ഈ പിൻവലിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നത്. അതറിയുന്ന ജനങ്ങൾ അവിടെയുണ്ട്. അതിലങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല. സർ, ആദ്യം വന്നത് എന്താണ്? ബഫർ സോൺ. ഇപ്പോൾ എവിടെയാണ് സാർ നമ്മൾ നിൽക്കുന്നത്? അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ഉത്തരവ് നടപ്പിലെ പേരിൽ ഒരു കുട്ടിക്കും ആ മേഖലയിൽ നിന്ന് ചട്ടിയും കലവുമായി ഇറങ്ങിപ്പോകേണ്ടി വരില്ല. വന്നോ? അതാരോടൊപ്പം നിന്നതാണ്? ആർക്ക് വേണ്ടി നിന്നതാണ്? അതിനുശേഷം സർ, വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായിരുന്നു അങ്ങ് പറയേണ്ടിയിരുന്നത്. അങ്ങ് പോയത് പിന്നെ എനിക്ക് തോന്നി അങ്ങ് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. നിലമ്പൂർ ഇപ്പോൾ എടുക്കാനുള്ള കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. ഈ അവസാനത്തെ ദിവസം നിലമ്പൂരിനെ ബാധിക്കുന്നതിൻ്റെ കാര്യമൊക്കെ, ആ രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? അതവിടെ നിൽക്കട്ടെ. സർ, എന്തൊക്കെ നടപടികളാണ് ഞങ്ങൾ സ്വീകരിച്ചത്? അങ്ങിപ്പോഴും കേന്ദ്ര നടപടിയെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടും സ്റ്റാലിൻ്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് സ്റ്റാലിൻ നല്ലതാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രദേശത്ത് മാത്രം സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 120ഓളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ. അത് 2 വർഷമായി കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് തമിഴ്നാട് ഗവൺമെൻറ് സ്വീകരിച്ചു വന്നത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നൊരു നിലപാടാണ്. അതിനാണ് നിങ്ങൾ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർ, അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ കാര്യത്തിലേക്ക് ഇവിടത്തേക്ക് വരാം. സർ, എന്താണ് ഇവിടെ ഉണ്ടായത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഏതെങ്കിലും ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങളെ
സംസ്ഥാനത്തിൻ്റെ സവിശേഷതയുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളെന്താ തീരുമാനിച്ചത്? കേന്ദ്രത്തെ പഴിപറഞ്ഞ് മാറി നിൽക്കുകയല്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പണം കൂടി ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതും ജനങ്ങളോടൊപ്പം നിൽക്കൽ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം. സർ, ഇവിടെ ഈ രണ്ട് സ്ഥലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനതിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അവിടെ ഇന്ദിരാ രാമകൃഷ്ണൻ്റെ ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ DYSPയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടയിൽ അവിടെ ബഹളമുണ്ടായത് എന്തിനാണ്? ആരാ ബഹളമുണ്ടാക്കിയത്? അങ്ങനെ ബഹളമുണ്ടാക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൃതശരീരം വെച്ച് വിലപേശുന്ന ഒരു രാഷ്ട്രീയ സമീപനം എത്രത്തോളം മനുഷ്യത്വപരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. മൃതദേഹം വെച്ച് വിലപേശൽ അത് ശരിയല്ല. ശരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഉൾക്കാട്ടിൽ നിന്നാണ് മരിച്ചത്. നിങ്ങൾ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന നിയമം ഉൾക്കാട്ടിൽ വെച്ച് മരണമടഞ്ഞാൽ അത് വന്യജീവികൾ നാട്ടിൻ പുറത്ത് വന്ന് ആക്രമണം നടത്തുന്ന മരണമായി കണക്കാക്കാൻ പാടുണ്ടോ? നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന നിയമം വെച്ച്. പക്ഷെ ഞങ്ങളെന്താ തീരുമാനിച്ചത്? അതങ്ങനെ വിവേചനം കാണിക്കേണ്ടതില്ല. ആദിവാസികളാണവർ, പാവപ്പെട്ടവരാണവർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് വിളിച്ചു പറഞ്ഞു, അതൊന്നും നോക്കേണ്ടതില്ല, അവർക്ക് കാശ് കൊടുക്കണം. ആദ്യം ഇങ്ങോട്ട് കൊടുത്തില്ലേ? ഇനി രേഖ കൊടുത്താൽ കിട്ടില്ലേ? സർ, PJ ഇവിടെയില്ല. PJ ജോസഫ് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങയുടെ നിർദ്ദേശം സ്വീകരിക്കാം. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ചെയ്തല്ലോ. അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്തിട്ടുള്ളത്? പിന്നെ അവിടെ അങ്ങ് പറഞ്ഞപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങ് പറയുമായിരുന്നു, ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ. അവിടെ 24 കിലോമീറ്റർ അകലെയുള്ള മൂത്തേടം കരുളായി പഞ്ചായത്ത് കഴിഞ്ഞാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി. കരുളായിലാണ് മരണമുണ്ടായത്. ഞാൻ ഈ 24 കിലോമീറ്റർ എന്നൊക്കെ കേട്ടപ്പോൾ അരമണിക്കൂർ കൊണ്ട് പോയി വരാമല്ലോ എന്ന് വിചാരിച്ചതാണ്. 2 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ അവിടുത്തെ MLA ആയിരുന്നയാൾ, നിങ്ങളിപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന MLA ആയിരുന്നയാൾ അവിടെ പോയാണോ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചത്? കരുളായിലെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടായിട്ട് നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച അൻവറിനെ കൂടി താങ്കൾ ന്യായീകരിച്ചിരുന്നെങ്കിൽ അത് ഗംഭീരമാകുമായിരുന്നു. അതിനങ്ങേക്ക് ഞാൻ നന്ദിയാണ് പറയുന്നത്. അത്രയൊന്നും വേണ്ടിയിരുന്നില്ല. നമുക്ക് പ്രശ്നങ്ങൾ, ഞാനത് ആദ്യം പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഇന്ന് ഇത് അടിയന്തരമായി നിർത്തിവെക്കേണ്ടതില്ല എന്നേ പറഞ്ഞു. നമുക്ക് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട പ്രശ്നമാണെന്ന് ഞാൻ അംഗീകരിച്ചല്ലോ. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് ഇന്നലെയോ മിനിയാന്നോ ഉണ്ടായ ഒരു സംഭവമോ ഇന്നോ നാളെയോ തീർക്കാൻ കഴിയുന്നൊരു പ്രശ്നമോ അല്ല. വളരെ ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി യുക്തിസഹമായ തീരുമാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോഴെന്താണ് ആലോചിക്കുന്നത്? ഈ പറയുന്ന 2 സ്ഥലങ്ങളിൽ ഏർലി വാർണിംഗ് സിസ്റ്റത്തിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലേ? സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? ഏത് നടപടിയാണ് അവിടെ സ്വീകരിക്കാതിരുന്നത്? എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏതായാലും വിഷയം മാറി സംസാരിക്കേണ്ടി വന്നതിൽ എനിക്കും പ്രയാസമുണ്ട്. നമുക്ക് അവിടെ ഈ 2 പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് മൂത്തേടത്തും കരുളായിലും ഇത് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തി അങ്ങേക്കറിയാവുന്നതുപോലെ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഓഫീസർ അദ്ദേഹം അവിടെ സന്ദർശിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സമയബന്ധിതമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 12 മേഖലയായി തിരിച്ചുകൊണ്ട് ആ 12 മേഖലകളിലെ ഏറ്റവും ഗുരുതരമായ പ്രദേശങ്ങൾ കണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കാനുള്ള, അങ്ങനെ നിരന്തരവും നിതാന്തവുമായി ജാഗ്രത കാണിച്ചുകൊണ്ട് ജനങ്ങളെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ഒപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സബ്മിഷന് മറുപടിയായി ഇവിടെ പറഞ്ഞതാണ്, കാർഷിക വിളകൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം പോരാ എന്ന തോന്നൽ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം നിർദ്ദേശം ചർച്ച ചെയ്ത് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാരം നൽകിയും ആശ്വസിപ്പിച്ചും
അവർക്കാവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചും നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. അങ്ങ് മാത്രമാണ്, അങ്ങയുടെ ബെഞ്ചിലിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയും സണ്ണി ജോസഫ് ഉണ്ടല്ലോ, ഞങ്ങൾ എത്ര തവണ അവരെല്ലാം കൂടി ഒരുമിച്ച് പോയില്ലേ? എന്തായിരുന്നു സമീപനം കേന്ദ്രം? എന്തായിരുന്നു സമീപനം? ഒന്ന് ചോദിച്ചാൽ മതി. വലിയ സ്നേഹം ചെയ്യുകയില്ല എന്ന് ഖണ്ഡിതമായി പറയുക. അങ്ങനെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് ഞങ്ങൾ പോയത്. ഇനിയും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കേന്ദ്ര വനനിയമത്തിൽ പൊളിച്ചെഴുത്ത് നടത്തേണ്ടതുണ്ട്. കേരള വനനിയമത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി കർഷക സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനി വരാത്ത വിധത്തിലുള്ള നടപടികൾ മാത്രമേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണം. അത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ കാലത്തേക്കൊന്നും കഴിയില്ല. എന്താ സർ, ഒരു വശത്ത് ഒരേ കൂട്ടർ പോയി പ്രതിഷേധമിളക്കി വിടുക, കാട്ടിൽ ചെന്ന് കാട്ടാനകളെയും സിംഹത്തെയും കരടിയെയും പുലിയെയും ആക്രമിച്ച് പരിക്കുകളോടെയാണ് ഇപ്പോൾ എല്ലാവരും പുറത്തു വരുന്നത്. എങ്ങനെയാണ് അത് വരുന്നത്? പരിക്കുകളോടെ ആരുണ്ടാക്കുന്നതാണ്? ആരാ? നിങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാ, നിങ്ങളെന്തിനാ ദേഷ്യപ്പെടുന്നത്? അല്ല, സിദ്ദിഖാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദയവായി സിദ്ദിഖിന് എന്താ ഒരു പെട്ടെന്നൊരു തോന്നുന്നു? സിദ്ദിഖാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്രതിപക്ഷമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഒരു തോന്നൽ? അത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവിനറിയാം. പ്രതിപക്ഷവുമല്ല, സിദ്ദിഖുമല്ല, MLA അല്ല, രാഷ്ട്രീയ പാർട്ടികളുമല്ല. അതാരാണെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് മുൻ പ്രതിപക്ഷ നേതാവിനും അറിയാം. അല്ല, അത് ഒരു അരാഷ്ട്രീയ സംഘടനകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ദയവായി മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാണ്. അത് നേരത്തെ വീരപ്പനായിരുന്നു. അത് അങ്ങനെ പല പുതിയ വീരപ്പന്മാരും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതും കൂടി നമ്മൾ പരിശോധിച്ച് നമുക്ക് സമഗ്രമായ ഒരു വന്യജീവി സംരക്ഷണ നിയമത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ആ മാറ്റങ്ങൾ നമുക്ക് വരുത്തണം. കർഷക സമൂഹത്തെ സഹായിക്കണം. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാത് സമയത്ത് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുക. മലയോര മേഖലയെയും സർക്കാരിനെയും തമ്മിലടിപ്പിച്ച് മുതലെടുക്കാൻ കഴിയും എന്ന ശ്രമത്തിൻ്റെ ഭാഗമായി പോയി ദൗർഭാഗ്യവശാൽ അങ്ങയുടെ അവതരണം അതങ്ങനെ വേണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ റോഷി അഗസ്റ്റിൻ. വളരെ ദൗർഭാഗ്യകരമായ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഭാഗമല്ലാതെ പുറത്തുനിന്ന് നിരീക്ഷിച്ചാൽ ഇന്നത്തെ അടിയന്തര പ്രമേയം മലയോര മേഖലയും കേരള കോൺഗ്രസുമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. എന്താണ് അത്ര സ്ട്രൈക്ക് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി പരാമർശിക്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഞാൻ കണ്ടില്ല. ഇനി മലയോര മേഖലയോടോ കേരള കോൺഗ്രസ് ഭാഗമായിട്ടുള്ള മന്ത്രിസഭകളിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ കൂട്ടുത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ് എന്ന നിലയിൽ ആ വിഷയം പരിഹരിക്കാൻ മന്ത്രിസഭാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ചർച്ചകൾ നടത്താറുണ്ട്. അത് ഞങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പരാമർശം? ഞാനത് മാറ്റിക്കൊള്ളുന്നായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ എതിരിടുന്നൊരു സ്ഥിതിയോ നയമോ സ്വീകരിക്കുന്ന സാഹചര്യമായിരുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ടത്. ഇത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെ മേഖലയിൽ മാത്രം സംഭവിക്കുന്നതല്ല ആക്രമണം. ഈ മലയോര മേഖലയിലും മാത്രമല്ല, കാട്ടിൽ നിന്നിറങ്ങി വരുന്ന വന്യമൃഗം മനുഷ്യർ വസിക്കുന്ന സ്ഥലത്ത് വന്ന് ഉണ്ടാക്കപ്പെടുന്ന വിഷയത്തെ പരിഹരിക്കലെന്നുള്ള ആവശ്യം എല്ലാവരുടെയും കൂടി ആവശ്യമാണ്. കൂട്ടായ പരിശ്രമമാണ് അതിനകത്ത് ആവശ്യമുള്ളത്. പക്ഷേ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കണ്ടത്. കാർഷിക പ്രേമം എന്നുള്ളത് ഒരു കക്ഷിയെ ചൂണ്ടിക്കാട്ടിയോ ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാട്ടിയോ പരാജയപ്പെടുത്താമെന്ന് ശ്രമിക്കരുത്. നമ്മുടെ ഈ സഭ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലയിലെ സുപ്രധാനപ്പെട്ട വിഷയമായിരുന്നു 1960 ഭൂവിനിയോഗ ഭേദഗതി നിയമം. ആ നിയമം ഈ സഭയിൽ വന്നപ്പോൾ എത്രയോ ബില്ലുകളെന്ന് ആ സഭയിൽ വന്നു.
ആ സുപ്രധാനപ്പെട്ട ബില്ലുകളിൽ ഈ ബില്ല് എടുത്ത സമയത്ത് അവതരിപ്പിച്ചപ്പോൾ തടസ്സവാദം ഉന്നയിച്ച് ഈ അവകാശം തകർക്കാൻ ശ്രമിച്ച അംഗം ശ്രീ മാത്യു കൊടനാടനായിരുന്നു എന്നുള്ളത് വിസ്മരിക്കരുത്. സഭയുടെ രേഖകളിലുണ്ട്. പറയട്ടെ, അല്ല, ബില്ല് തടസ്സവാദം ഉന്നയിച്ച കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ആ ഒരു ബില്ലിൽ എന്ന് പറഞ്ഞോട്ടെ, തടസ്സവാദം ഉന്നയിക്കപ്പെട്ട് സംസാരിച്ചു, പിന്നീട് ബില്ല് ചർച്ചയ്ക്കെടുത്തു, അത് വേറെ കാര്യം. ആ ബില്ല് വന്നതിന് ശേഷവും ഈ നിയമസഭയിൽ അത് ഡിസ്കസ് ചെയ്തു. ആ ബില്ല് വന്നപ്പോൾ എന്താ ചെയ്തത്? അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയി, മടങ്ങി വന്നു, ചർച്ച ചെയ്തു, പാസ്സായി. പ്രതിപക്ഷ നേതാവും കൂടെ സംസാരിച്ചു, യുനാനിമസായിട്ട് ആ ബില്ല് പാസ്സായി നിയമസഭയിൽ. എത്രയോ നല്ല ഒരു ക്രമീകരണമായിരുന്നു കണ്ടത്. ഈ ബില്ല് വന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സഭയിൽ പറയുന്നു, എനിക്കൊരു വല്ലായ്ക കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആ ബില്ലിനെ ശ്രദ്ധിച്ചതാണ്. ഓരോ ഡിസ്കഷനിലും ഞാൻ പങ്കെടുത്തു. അതിനുശേഷം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആ ബില്ലിനെ പിന്തുണച്ചു. ആ ബില്ല് നിയമസഭ പാസ്സാക്കി. എന്നാൽ പിന്നീട് കണ്ട രംഗം എന്താ? നിയമസഭയ്ക്ക് പുറത്ത് കേരള കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പി ജെ ജോസഫ് വിഭാഗവും ശ്രീ പി ജോസഫും ശ്രീ മോൻസ് ജോസഫ് ഉൾപ്പെടെ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഈ സഭയിൽ വോട്ടെടുപ്പില്ലാതെ യുനാനിമസായി പാസ്സാക്കിയ നിയമത്തെ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉൾപ്പെടെ പുറത്ത് സമരവേദികളാക്കി മാറ്റി ചരിത്രമുണ്ട്. കർഷക പ്രേമമല്ല, നിയമസഭയ്ക്കകത്തൊരു നയം, നിയമസഭയ്ക്ക് പുറത്ത് വേറൊരു നയം. ഇതല്ലേ കണ്ടത്? ഇതിന്മേലുള്ള ചട്ടങ്ങൾ രൂപീകരിച്ച അവസാന ഘട്ടത്തിലേക്ക് വരുവാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം കൊടുക്കുന്ന നടപടി പൂർത്തിയാകുമ്പോൾ കേരള കോൺഗ്രസിന്റെ സമീപനങ്ങളെ കുറിച്ച് ബോധ്യമാകും. ഞാനത് പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഞങ്ങളെ പരാമർശിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ. കേരള കോൺഗ്രസിന്റെ കാർഷിക പ്രേമത്തെയും മലയോര മേഖലയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും കേരള കോൺഗ്രസിനെ അങ്ങനെ ദുർബലപ്പെടുത്തിച്ചിട്ടെഴുതാൻ നിങ്ങൾക്കാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 38-40 വർഷക്കാലം UDFിന്റെ ഭാഗമായിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. KM മാണി ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസും UDFും എടുത്ത നിലപാടിനെ എതിർത്തത്? നിങ്ങളെടുത്ത നിലപാടുകളോടൊപ്പം നിന്നു. പരാജയത്തിലും വിജയത്തിലും കൂട്ടുനിന്നു. ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് UDFിന്റെ ഭാഗമാകാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു. ഞങ്ങൾ മലയോര കർഷകരും പെരുവഴി നിൽക്കണോ? ആ മലയോര കർഷകരെയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പിണറായിയും കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും കർഷകൻ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ വിഷയം പരിഹരിക്കപ്പെടും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഭാഗമായി നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് നിലപാട് ആവർത്തിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കേരള കോൺഗ്രസിനെയും ഞങ്ങളെയും ചൂണ്ടി ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കരുതെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി നിർത്തിവെക്കണം ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. യെസ്, നിങ്ങൾ 3 മിനിറ്റ് പ്രസംഗിച്ചല്ലേ എന്ന് അദ്ദേഹത്തെ കുറിച്ച്? യെസ്, സംഘം സംസാരിച്ചു. സർ, ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട വനം മന്ത്രി സമ്മതിച്ചു. നാട്ടിലെ ജനങ്ങളെ, മലയോര ജനതയെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്ലീസ്, ഇവിടെ ഗവൺമെൻറ് മുമ്പാകെ പ്രതിപക്ഷം കൊണ്ടുവന്നത്, പക്ഷേ അടിയന്തര പ്രമേയമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പൊതു ചർച്ചകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നടക്കണം എന്ന അഭിപ്രായം പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർ, ഇവിടെ മാത്യു കൊള്ളാട് സൂചിപ്പിച്ചതുപോലെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇന്ന് പ്രസംഗത്തിലും പറഞ്ഞത് ഇത് കുറഞ്ഞു വരികയാണ് വന്യജീവി ആക്രമണം. എന്തുകൊണ്ടാണ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വനത്തിൽ നിന്നും വന്യജീവികൾ ഇറങ്ങി വരുന്നത് തടയാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്നോ? അതാണോ സാർ 5 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്? 2019-20 മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുടെ എണ്ണം 6341ആയിരുന്നു. പിന്നെ അത് 7000-ലധികമായി, 8000-ലധികമായി. ഈ 23-24 അത് വർദ്ധിച്ച് 9838 ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏത് കണക്കനുസരിച്ച് അങ്ങ് പറയുന്നത്? വന്യജീവികളുടെ ആക്രമണം കേരളത്തിൽ ഞാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് കണക്ക്, ഔദ്യോഗിക കണക്കാണ് ഞാൻ പറഞ്ഞത്. വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി കൃഷിനാശം
കൃഷിനാശമാണല്ലോ ഇതിൻ്റെ അകത്ത്. ജീവഹാനി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് കൃഷിനാശമാണ്. സാർ, കൃഷിനാശവും സ്വത്തുനാശവും 2019-20 5550 ഹെക്ടർ സ്ഥലമാണ് ഉണ്ടായിരുന്നത്, കേസാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ 6000-ആയി, 6500-ആയി, 6800-ആയി. 2023-24 അത് വലുതായി വർദ്ധിച്ചു. 8141 കേസായി, കൃഷിനാശത്തിൻ്റെ കേസ്. സാർ, നമ്മളത് എന്നിട്ട് ഗവർണറെ കൊണ്ട് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങ് ഇവിടെ സംസാരിച്ചത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ഔദ്യോഗികമായ കണക്കുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് ഗൗരവതരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, 2016 മുതൽ നാളിതുവരെ 60,000 ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 60,000. ആലോചിച്ചോളാം നിങ്ങൾ. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളാണ്. അതിനു മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, വർദ്ധിച്ചു വരികയാണ്. മരിച്ചത് 1000 പേര്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് 1000-ത്തിലധികമായി. ഇപ്പോൾ 5000-ത്തിലധികം കന്നുകാലികളെ കൊന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി. സാർ, ഈ മലയോരത്തൊന്നും ഭൂമിക്കടിയിൽ ഒരു കൃഷിയും നടക്കില്ല. കപ്പ, ചേന, ചേമ്പ് ഇതൊക്കെയാണ് പാവപ്പെട്ട മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട കൃഷികൾ. മുഴുവൻ പന്നി നശിപ്പിക്കും. നാളികേരം കുരങ്ങനിട്ടുകൊണ്ട് പോകും. വാഴ ആന നശിപ്പിക്കും. എല്ലാ തരത്തിലുള്ള കൃഷിയും നശിപ്പിക്കും. ഒരു തരത്തിലുള്ള കൃഷിയും അവിടെ നിലനിൽക്കില്ല. ശരിക്കും പറഞ്ഞാൽ പശുവിനെ കറന്ന് ആ പാല് വിറ്റിട്ടാണ് ഈ പാവങ്ങൾ, ഒരു 90% ആളുകൾ ആ പ്രദേശത്ത് ജീവിക്കുന്നത്. പിന്നെ സാർ, ഞാനിവിടെ ഇതിനു മുമ്പ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഭീതി. ഇവിടെ മാത്യു പറഞ്ഞു, ഭീതി. കുട്ടികളെ സ്കൂൾ വിടാൻ പറ്റുമോ സാർ? പശുവിന് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുമോ? പ്രായമുള്ളവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഒരു വിറകെടുക്കാൻ പോകാൻ പറ്റുമോ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പല കാർഷിക മേഖലകളിലും. വ്യാപകമായ ഭീതിയാണ്. അതിൻ്റെ പുറകെ ഈ പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് ഭീതി വളർത്തുന്നത്? എന്തിനാണ് ശത്രുക്കളായി കാണുന്നത് കർഷകരെ? ഈ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വനസംരക്ഷണത്തിൻ്റെ ശത്രുക്കളായി കാണരുത്. ഞാനിപ്പോഴും പറയും, നിങ്ങൾ പണ്ട് EFL കൊണ്ടുവന്നതാണ് ഈ കാർഷിക മേഖലയിലെ ജനങ്ങളെ ഈ പരിസ്ഥിതിയുടെയും വനസംരക്ഷണത്തിൻ്റെയും ശത്രുക്കളാക്കി മാറ്റിയത്. ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പോലെ അവകാശം കൊടുത്തു. കണ്ടവരൊക്കെ പോയി ആളുകൾ ചെയ്തിരുന്ന കാപ്പി കൃഷിയും തേയില കൃഷിയും മറ്റ് കൃഷിയൊക്കെയുള്ള 100-150 ഏക്കറുമൊക്കെ ₹1 നഷ്ടപരിഹാരം കൊടുക്കാതെ പിടിച്ചെടുത്തൊരു നിയമം കൊണ്ടുവന്നു. ഇഷ്ടമുള്ള പോലെ വനത്തിൻ്റെ അതിർത്തിയിൽ ചിലരുടെ പിടിച്ചില്ല, കാരണം അവർ കൈകാര്യം ചെയ്തു. അതിൻ്റെ ഇപ്പുറത്തുള്ള തോന്നിയതുപോലെ വാങ്ങി. അവസാനം ഈ വനസംരക്ഷണവും കർഷകരും തമ്മിൽ സംഘർഷമുണ്ടാക്കിയ നിയമങ്ങൾ നിങ്ങളുണ്ടാക്കി. ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടി അല്ലേ? ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. നമുക്കൊരു ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ലേ? റൈറ്റ് ടു ലീവ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ഇല്ലേ? ഇവരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാ? നിങ്ങൾക്ക് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനും ആ ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സാർ, കേരളത്തിൽ 29% ഫോറസ്റ്റാണ്. 29 എന്ന് വെച്ചാൽ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. സാർ, ഒരു ഡീഫോറസ്റ്റേഷനും സമ്മതിക്കണ്ട, ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെയാണ്. വനം സംരക്ഷിക്കപ്പെടണം സാർ. പക്ഷേ ഇനിയും വനാതിർത്തി വർദ്ധിപ്പിക്കാൻ പോയാലോ? നിങ്ങൾ എത്ര സ്ഥലത്ത് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്? സാധാരണ ആളുകൾ ജീവിക്കുന്ന ഭൂമി വീണ്ടും നോട്ടിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റ് ആക്കി ഇറക്കാം സാർ. അപ്പോൾ വീണ്ടും ആളുകൾ ശത്രുക്കളാവുകയാണ്, ശത്രുക്കളാവുക. പ്രധാനപ്പെട്ട ടൗണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഫോറസ്റ്റായിട്ട്, റിസർവ് ഫോറസ്റ്റായിട്ട് ഫോറസ്റ്റുകാരെ എഴുതി നോട്ടിഫിക്കേഷൻ കൊടുക്കുക. നിങ്ങൾ കൊടുത്ത ഉറപ്പ് പല സ്ഥലത്തും പാലിച്ചിട്ടില്ലല്ലോ, പിൻവലിക്കാം എന്ന് പറഞ്ഞ ഉറപ്പ് വല്ലയിടത്തും പാലിച്ചോ? അപ്പോൾ വനസംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകരാണ്. അവർ വനത്തിൻ്റെ ശത്രുക്കളല്ല എന്ന് അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയണം. അതല്ല അവർ ചെയ്യുന്നത്. അവർ നടത്തിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ മാത്യു പറഞ്ഞത്. അത് പറയണ്ടേ? അവിടെയുള്ള സംഘർഷമാണ്, ഭീതിയാണ്. വനസംരക്ഷകർ എല്ലാ പരിധിയും വിട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമം മുഖ്യമന്ത്രിയുടെ അത് പിൻവലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. ഞാനതിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ?
ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കും. അങ്ങ് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല. അങ്ങ് ഈ പിൻവലിക്കപ്പെട്ട വനനിയമത്തിലെ ഓരോ വ്യവസ്ഥകളും അങ്ങ് ന്യായീകരിച്ചു. അങ്ങ് ഇവിടെ വെച്ച് ന്യായീകരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വനം മന്ത്രി ഇന്ന് ഹൗസിൽ പറഞ്ഞത്. ഈ വകുപ്പുകളെ ന്യായീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ വനനിയമത്തിനെതിരായി സമരമുണ്ടാക്കി കർഷകരെ പ്രകോപിപ്പിക്കാൻ നോക്കി ഞങ്ങളാണ്. അതുകൊണ്ട് ആണ് ഈ വനനിയമം പിൻവലിക്കേണ്ടി വന്നത്. അല്ലാതെ ഈ വനനിയമം കർഷക വിരുദ്ധ നിയമമോ ആദിവാസി വിരുദ്ധ നിയമമോ ആയതുകൊണ്ടല്ല. ഞങ്ങൾ ജനങ്ങളെ ഇളക്കി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ച് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഈ വനനിയമം പിൻവലിച്ചത് എന്നാണ് അങ്ങ് സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി അതല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി അമിതമായ അധികാരം ഒരു വകുപ്പിലും പാടില്ല എന്നുള്ള നിലപാട്. അമിതമായ അധികാരം ഫോറസ്റ്റ് നൽകിക്കൊണ്ടുള്ള പ്രൊവിഷൻസ് ഈ നിയമത്തിലുണ്ട്. ഞങ്ങളാരും വനനിയമം 1961 വനനിയമത്തിന് അമെൻമെന്റിനെതിരാണോ? എത്ര നിയമം ഇവിടെ മാറ്റി? ഞങ്ങൾ എതിരായത് എന്തുകൊണ്ടാണ്? അമിതമായ അധികാരം ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ ഭാരതീയ തത്വസംഹിതയും ന്യായ സംഹിതയും ഒക്കെയുള്ള നിയമത്തിലുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു അധികാരം ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുത്താൽ വീണ്ടും പാവപ്പെട്ട കർഷകരും ആദിവാസികളും വനാവകാശ നിയമമുണ്ട്. പാർലമെന്റ് പാസാക്കിയ വനാവകാശ നിയമമുണ്ട്. ആ വനാവകാശ നിയമത്തിൻ്റെ പ്രിൻസിപ്പലിന് പോലും എതിരായി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തു. നിങ്ങളത് പിൻവലിച്ചു. ഞങ്ങൾ ആ കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത്. തീർച്ചയായും ശരിയാണ്. പക്ഷെ അന്നിപ്പോഴും ഒരവസരം കിട്ടിയാൽ ഈ ബില്ല് കൊണ്ടുവരും എന്നുള്ള ലൈനിലാണ് ഇവിടെ സംസാരിച്ചത്. അത് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കും. ഈ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ നിലപാടതാണ്. ഒരു കാരണവശാലും ആ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ പറഞ്ഞു ഭയങ്കര ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സർ, പൂവർ എക്സ്പെൻഡിച്ചർ കിട്ടിയ പൈസ പോലും ചെലവാക്കുന്നില്ല. ഈ ഈ ആളുകളെ രക്ഷിക്കണ്ടേ സാർ? പ്ലാൻ സ്പേസിൽ 48.85 കോടി വകയിരുത്തിയത് ഇന്ന് നോക്കുമ്പോൾ 48% പോലും ചെലവാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ മിണ്ടിക്കഴിഞ്ഞാൽ പറയണ സോളാർ വേലി, ആന കിടങ്ങ്, ആന പ്രതിരോധ മതിൽ, സോളാർ തൂക്കവേലി, ഒരുപാട് പരിപാടികളുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ക്രാഷ് ഗാർഡ് വേലി 0 ചെലവാക്കിയിരിക്കുന്നത്, കന്മതിൽ 0, റെയിൽ വേലി 0, ചുറ്റുമതിൽ 0, ഇരുമ്പ് വേലി 0. ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല സാർ, ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല. 2023-24 ചെലവഴിച്ച തുക 3.1 കോടിയായി ചുരുങ്ങി. ഒരുവിധ സംവിധാനം നേരത്തെ പാറളത്തൊക്കെ മതിൽ കെട്ടുമായിരുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ചാലക്കുടി, വാഴച്ചാൽ, മലയാറ്റൂർ ഡിവിഷനുകളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ 13.5 കോടി നബാർഡ് 2023 അനുവദിച്ചതാണ്. സർ, ഇതുവരെ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ഈ വർക്ക് തുടങ്ങിയിട്ടില്ല. അത് ആ പ്രദേശത്തെ ഒരു പരിപാടിയും, അതായത് ജനങ്ങളെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും നടക്കുന്നില്ല. സർ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മൃഗങ്ങളും ഇറങ്ങാണ്. അങ്ങ് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല, പ്രതിപക്ഷ നേതാവിനും രമേശിക്കും അറിയാമെന്നാണ് പറഞ്ഞത്. അതായത് ആരാണ് കാട്ടിൽ പോയി ആനയെയും സിംഹത്തെയും പുലിയെയും കടുവയെയും കേരളത്തിൻ്റെ വനത്തിനകത്ത് ആക്രമിക്കുന്നത്? സാർ, ഞാൻ കരുതുന്നത്, ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വർഷങ്ങളായി, ഇപ്പോൾ മാത്രമല്ല, ഈ പോച്ചിങ് എന്ന് പറയുന്ന പരിപാടി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് അവസാനിപ്പിച്ചത്. അവരുടെ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ, പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഫോറസ്റ്റ് ഗാർഡുകൾ, അവർ വനസംരക്ഷണം, ഇപ്പോൾ പോച്ചിങ് നടക്കുന്നില്ല. വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള നടക്കും. ഇപ്പം ആരാണ് സാർ കാട്ടിപ്പോയി ആനയെ ആക്രമിച്ച് നാട്ടിലേക്ക് വിടുന്നത്? അങ്ങിതൊക്കെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കടുവ വരുന്നത്? ഇപ്പോൾ ഞാനൊരു ദിവസം വയനാട്ടിൽ ചെന്നപ്പോൾ 5 കടുവ ബത്തേരിയിലുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? 354 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ കാടിൻ്റെ വിസ്തീർണം വയനാട്ടിൽ. ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. വേറെ
ആണുങ്ങളെ ആരെയും അതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. ഒറ്റയാൾ ടെറിട്ടോറിയൽ ആനിമലാണ് കടുവ. ആണുങ്ങളെ അകത്തേക്ക് കയറ്റില്ല. മരത്തിൽ മാർക്ക് ചെയ്ത് വയ്ക്കും, ഒരാളും കയറില്ല. അവിടെ 150-ലധികം കടുവകളുണ്ട്. 150-ലധികം കടുവകൾക്ക് ശരിക്കും പറഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് വേണം. ആ 3000 സ്ക്വയർ ഫീറ്റ് വേണ്ട സ്ഥലത്ത്, വന വിസ്തൃതി വേണ്ട സ്ഥലത്ത് അവിടെ 150 കടുവകൾക്ക് അത് അല്ല, ഒരു 20 സ്ക്വയർ കിലോമീറ്റർ മാത്രം ആണ് ഒരു കടുവയ്ക്ക് വേണ്ടത്. അവിടെ ഉള്ളത് 350 ഉള്ളൂ. 3000 വേണ്ടെടുത്ത്, 3000 സ്ക്വയർ കിലോമീറ്റർ വേണ്ടെടുത്തല്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒറ്റയ്ക്ക് പ്രായം ചെന്ന കടുവകൾ ഉള്ള ആ ടെറിട്ടറിയിലേക്ക് കടന്ന് അവരെ ആക്രമിക്കും. അപ്പം പ്രായമായ ഇര പിടിക്കാൻ പറ്റാത്ത കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങി കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ, പട്ടിയെ, ആടിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അവർക്ക് ഇര പിടിക്കാൻ പറ്റില്ല. ഇര പിടിക്കാൻ പറ്റും സാർ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അല്ലാതെ ആരെങ്കിലും ചെന്ന് അവിടെ ചെന്ന് വെടിവെച്ച് കടുവയെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഓടിക്കുന്നതല്ല. ആന ഒറ്റയാനായി പുറത്തേക്ക് ഇറങ്ങും, ഭക്ഷണമില്ലാതെ ഇറങ്ങും. കാട്ടിൽ പണ്ട് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് ആക്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, വൈൽഡ് ലൈഫ് ആക്ട് കേന്ദ്രത്തിൻ്റെയാണ്, അതിൻ്റെ അകത്ത് ഭേദഗതികൾ വേണം. ഞങ്ങളുടെ നിലപാടതാണ്, ഭേദഗതികൾ വേണം. കള്ളിങ്ങനെയുള്ള അവകാശം കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളുടെ നിസ്സംഗത എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കും, നിങ്ങളുടെ നിസ്സംഗത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് അത് ശരിയായിട്ടുള്ള കാര്യമല്ല, നിസ്സംഗതയാണ്. അതായത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാട്ടിൽ നിന്ന് ആനയും പുലിയും കടുവയും ഇറങ്ങുന്നു. ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ മൃഗങ്ങളെ തിരിച്ചോടിക്കാൻ, ഈ ജനപ്രദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരുപാട് പുതിയ ആധുനികമായ സങ്കേതങ്ങൾ നടപ്പെടുന്നുണ്ട്. വാൽപ്പാറ ആന ഇറങ്ങില്ല. ഇപ്പോൾ വാൽപ്പാറ നമ്മുടെ അയൽ സംസ്ഥാനമാണ്. ഭയങ്കരമായ ആനശല്യമുള്ള സ്ഥലങ്ങളാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളുടെ വകുപ്പ് ഈ പുതിയ സങ്കേതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് വന്യജീവികൾ കടക്കാതിരിക്കാൻ ഉള്ള പുതിയ എന്ത് സങ്കേതങ്ങളാണ് നിങ്ങൾ എവിടെയാ സ്വീകരിച്ചത്? നിങ്ങൾ പഴയ നടപടികളും ചെയ്യുന്നില്ല, നിങ്ങൾ പുതിയ നടപടികളും ചെയ്യുന്നില്ല. എന്നിട്ട് ആരോ പറഞ്ഞ കണക്ക് വെച്ച് ഇത് കുറഞ്ഞു വരികയാണ്. സാർ ഭീതിയിലാണ്. ഒന്ന്, കാർഷിക മേഖല തകർന്നു. ഈ ബഫർ സോണിൻ്റെ വിഷയമൊന്നും തീർന്നിട്ടില്ല. ഞാൻ സമയമില്ലാത്തതുകൊണ്ടും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടും പറയുന്നില്ല. ബഫർ സോണിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്, വലിയ കൺഫ്യൂഷനാണ്. ഗവൺമെൻറ് വേണ്ട രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബഫർ സോണിൻ്റെ വിഷയം, ഭൂമി പ്രശ്നങ്ങൾ, അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ച, വിലയിടിവ്, ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ, അതിനോടൊപ്പം കൂനിന്മേൽ കുരു പോലെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം. സാർ, മലയോര ജനത സങ്കടത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ UDF-ൻ്റെ നേതൃത്വത്തിൽ ഈ 25-ാം തീയതി മുതൽ ഫെബ്രുവരി 5-ാം തീയതി വരെ മലയോര സമരയാത്ര നടത്തുന്നത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സമരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സമരം ചെയ്ത്, നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നേടിയെടുത്ത് മലയോര ജനതയോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമര പരിപാടിയാണ്. സാർ, അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം ഗൗരവത്തോടു കൂടി കൊണ്ടുവന്നത്. അതിനോട് ലാഘവത്വത്തോടു കൂടിയ മറുപടി, ഗൗരവമില്ലാത്ത മറുപടി, ഒന്നും ചെയ്യില്ല എന്നുള്ള തീരുമാനം, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ, പ്രതിപക്ഷ നേതാവ് വിശദമായി മേഖലയിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. പക്ഷേ മലയോര മേഖലയിൽ എല്ലാം മനോഹരമാണ് എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ളത് ലൈവായിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ പോയി TV തുറന്നാൽ മതി. ഊർങ്ങാട്ടിയിൽ ആന വീണ് കിടക്കുകയാണ്. ഇതാ ബഷീറിൻ്റെ പണ്ടലത്തിൽ പ്രശ്നം. രാവിലെ വിളിച്ച് ഒക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ പ്രശ്നം വേലി കെട്ടാത്തതാണ്, ഫണ്ടില്ലാത്തതാണ്. അപ്പോൾ എന്താ സർ ഇത്? ഈ മറുപടി എന്ന് പറയുന്നത് അസംബ്ലിയിൽ അടിയന്തര പ്രമേയം വരുമ്പോൾ അതിനൊരു മറുപടി, യാന്ത്രികമായ ഒരു മറുപടി, അതുകൊണ്ട് കാര്യമില്ല. ഇപ്പം ആന വീണ് കിടക്കുകയാണ്. ആളുകൾ ആനയെ തുറന്ന് കാട്ടിലേക്ക് വിടാനും ജനങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ മേഖല ആന കണ്ട് തന്നെ വരും. അത് പേടിച്ചിട്ട് ആളുകൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികം ഏറ്റവും വലിയ കുടിയേറ്റ മേഖലയാണ്, കാർഷിക മേഖലയാണ്. അതുപോലെ തന്നെ ആളുകൾ ഭയങ്കര ഭയചകിതരായിട്ട് ഇരിക്കുക. അതപ്പോൾ
സർ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? നിസ്സംഗത എന്ന് പറയുന്നതിന് സർ ഒരു അതിര് വേണ്ടേ? അതാണ് സർ, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്നുള്ള മറുപടിയാണ് സത്യത്തിൽ ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ജനങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷം സമിതിക്കാർക്കും ഇപ്പോൾ ആ ജാതി ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമം നന്നായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഓരോ വകുപ്പും ആചരണ കാര്യമൊക്കെ അങ്ങ് വിശദമായിട്ട് പറഞ്ഞു. അതിനോടുള്ള എതിർപ്പും ഉറച്ച ശബ്ദവും കൊണ്ട് തന്നെയാണ്, പ്രതിപക്ഷത്തിൻ്റെ ഉറച്ച ശബ്ദം കൊണ്ട് തന്നെയാണ് അത് പിൻവലിച്ചത് എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം സംബന്ധിച്ച് ഈ ഗവൺമെൻറ് നയത്തിൻ്റെ കാര്യത്തിലൊരു ചേഞ്ച് ഉണ്ടാവാതെ ആ മേഖലയിൽ സുരക്ഷിതത്വം ഇല്ല. എല്ലാം മനോഹരമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ പോയി TV തുറന്ന് നോക്കിയാൽ ഒരു ആന വീണ് കിടക്കുന്നുണ്ട്. ആ ആനനെ കയറ്റുന്ന പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സർ വലിയ അവതാളത്തിലാണ്, യാതൊരു സംശയവുമില്ല. മലയോര മേഖലയിൽ യാതൊരു സുരക്ഷിതവുമില്ല, ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അതിനോട് ഈ സമീപനം എടുക്കുന്ന ഗവൺമെൻറ് സമീപനത്തിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. സർ, കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ അവസാനം നിലമ്പൂർ ഉൾപ്പെടെ നിരവധി സാധാരണക്കാരായ മനുഷ്യർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ വിഷയത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധിയായ ഇടപെടലുകൾ നടത്തിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ടതായ നടപടികൾ കാര്യക്ഷമമായി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്ന പശ്ചാത്തലത്തിലാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, നിരവധി കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നത് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, വനം വകുപ്പ് മന്ത്രി തത്വത്തിൽ സമ്മതിക്കുകയുണ്ടായി, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഗൗരവമുള്ള വിഷയമാണ് എന്ന് സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു നിലപാട്. സാർ, ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ ആളെല്ലാം മരിച്ചതിന് ശേഷവും ഈ കൃഷിയിടങ്ങൾ മുഴുവൻ നശിച്ചതിന് ശേഷവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി പോയിട്ട് കൈ കാണിക്കുന്നത് പോലെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിൽ സാർ ഒരു ഗവൺമെൻറ്റിൻ്റെ എത്ര നിഷേധാത്മകമായ നിലപാടാണ് എന്നുകൂടി കാണേണ്ടതായിട്ടുണ്ട്. സാർ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളെല്ലാവരും ഈ വനനിയമം കൊണ്ടുവരുന്ന സമയത്ത് ശക്തമായിട്ട് എതിർത്തു. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നപ്പോഴും ഗവൺമെൻറ് ആദ്യം എടുത്ത നിലപാട് വനനിയമം നടപ്പാക്കുമെന്ന് തന്നെയാണ്. അതിനുശേഷം രൂക്ഷമായ എതിർപ്പിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട വനമന്ത്രി തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എതിർപ്പ് വന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ എതിർപ്പ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട വനം മന്ത്രി ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധി കൂടി ഇരുന്ന മന്ത്രിസഭാ യോഗമാണല്ലോ ഈ വിഷയം വനനിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചത്, പിന്നെ അവരുടെ പാർട്ടി എതിർക്കേണ്ട കാര്യമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട വനം മന്ത്രി കേരള ജനതയോട് ചോദിച്ചതാണ്. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവസാനം നിങ്ങൾ തടിയൂരാൻ വേണ്ടിയും പരിരക്ഷിക്കാൻ വേണ്ടിയും ഒരു നാടകം കളിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഞങ്ങളെടുത്ത നിലപാട് അതല്ല. ഞങ്ങളെടുത്ത നിലപാട്, കേരളത്തിലെ UDF പ്രതിപക്ഷം എടുത്ത നിലപാട് ശക്തമായി ഈ വിഷയത്തിൽ വനനിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നിലപാടാണ്. സാർ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഇക്കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി സഹകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയോര ജനതയ്ക്ക് വേണ്ടി ഒരു നിയമ ഭേദഗതി ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ചെറിയൊരു സബ് ക്ലോസാണ്. അത് വന്നപ്പോൾ ഞങ്ങൾ അതിനെ അനുകൂലിച്ചു. ശരിയാണ്, കാരണം ഒരു ചെറിയ ഉപകാരമെങ്കിലും മലയോര മേഖലയിൽ ജനങ്ങൾ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അനുകൂലിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഞാനും എല്ലാം അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്തേക്ക് വന്നപ്പോൾ ഇവർ വലിയ പ്രചരണം കൊടുത്തു, മലയോര മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു. സാർ, ഇന്ന് അവിടെ ഒരു വീട് വെക്കാൻ പോലും അനുവാദം കിട്ടണമെങ്കിൽ നടക്കത്തില്ല. ഇന്ന് അതുപോലെ ജനങ്ങൾ ഇന്നും ആശങ്കയിലാണ്, വലിയ പ്രതിസന്ധി തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന നിലയിൽ LDFിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രചരണം നടത്തിയപ്പോൾ ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചു. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല, അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അപ്പം നിയമസഭയ്ക്ക് അകത്തെടുക്കുന്ന നിലപാടും നിയമസഭയ്ക്ക് പുറത്തെടുക്കുന്ന നിലപാടും രണ്ടും മലയോര കർഷകർക്ക് വേണ്ടിയാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. UDF 27-ാം തീയതി മുതൽ ആരംഭിക്കുന്ന സമരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ ശക്തമായി മലയോര ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ് എന്നറിയിച്ചുകൊണ്ട് സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വാക്കൗട്ടിൽ പങ്കെടുക്കുകയാണ്. സർ, വന്യജീവി ആക്രമണം തടയുന്നതിന് ക്രിയാത്മകമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന്. അത് യാഥാർത്ഥ്യവുമാണ് സർ. സർ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളുടെ വർധനവ് ഉണ്ടാകുന്നു. ഇവിടെ 1000-നടുത്ത് ആൾക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൃഷിനാശം വ്യാപകമായ നിലയിലുണ്ടാകുന്നു. ഇത് ആ മേഖലയിൽ നിന്ന് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയും അവരൊരു സ്വാഭാവികമായൊരു കുടിയിറക്കത്തിലേക്ക് ഇന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ എടുത്തെറിയപ്പെടുകയാണ്. അതായത് 2018-19 വന്യമൃഗ ആക്രമണം തടയുന്നതിനായി സർക്കാർ ചെലവഴിച്ചത് 6.28 കോടി രൂപയാണ്.
2022-23 ആയപ്പോൾ അത് 3.1 കോടി രൂപയായി അത് കുറഞ്ഞു എന്നുള്ളതാണ് ഗവൺമെൻറ് തന്നെ നൽകിയ കണക്കുകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളുടെ പരാജയമാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് എൽദോസ് എന്ന വ്യക്തി 45 വയസ്സുള്ള യുവാവ് അദ്ദേഹം ആന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അവിടെ ഈ വിഷയം അത് ഇതുമായിട്ട് ചേർത്ത് വായിച്ചാൽ മതി. കാട്ടാനയുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ട് എന്ന് ജനങ്ങളുടെ നിരന്തരമായ പരാതി ഉണ്ടായിട്ടും വനം വകുപ്പ് അനങ്ങിയില്ല എന്ന പരാതി അവിടെ വന്നു. അതാണ് അവിടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് വന്നത്. ജനങ്ങൾ തടഞ്ഞു നിർത്തി മണിക്കൂറുകളോളം കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ സാന്നിധ്യമുണ്ട് എന്നറിയുമ്പോഴും വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുമ്പോഴും വനം വകുപ്പ് അനങ്ങുന്നില്ല എന്നുള്ള വിഷയമാണ്. അതാണ് സാർ ഇത് ആക്രമണം വർദ്ധിക്കാനുണ്ടാകുന്ന കാരണം. ഇത് മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീതി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു. ആ വിഷയം നിർത്തി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യുക.